മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MD വാസുദേവൻ നായർ പറഞ്ഞ വാക്കുകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവസാനിക്കുന്നില്ല. വിമർശനമല്ല താൻ പറഞ്ഞത്, യാഥാർത്ഥ്യമാണെന്നും MD വാസുദേവൻ നായർ തന്റെ പ്രിയ സുഹൃത്തുക്കളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. MDയുടെ വാക്കുകൾ ഇങ്ങനെ: ആൾക്കൂട്ടത്തെ പെട്ടെന്ന് പടയാളികളും ആരാധകരുമാക്കാം. അധികാരം ജനസേവനത്തിനെന്ന സിദ്ധാന്തം കുഴിച്ചുമൂടി അത് തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്ന പതിവ് ഒരു മഹാരഥനുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണാധികാരി നൽകുന്ന ഔദാര്യമല്ല സ്വാതന്ത്ര്യം. ഇങ്ങനെ തുടങ്ങുന്നു MDയുടെ വാക്കുകൾ. നവകേരള സദസ്സിലെ DYFI ആക്രമണങ്ങളെ ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് പറഞ്ഞ മുഖ്യന്റെ വാക്കുകളെ നിഷ്പ്രഭമാക്കുന്ന മറുപടികൾ. തന്റെ വാക്കുകൾ ആർക്കെങ്കിലും ഹാനികരമായി തോന്നിയാൽ അത് സ്വയം ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും MD. നാരായവേരുകൾ അരിച്ചു പെറുക്കി എഴുതി ചിട്ടപ്പെടുത്തിയ വാക്കുകളാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളായ MD വാസുദേവൻ നായരുടെ നാം ഇന്നലെ കേട്ടത്. രാഷ്ട്രീയത്തെ വ്യക്തമായി വിമർശിക്കേണ്ട സമയത്ത് തന്റെ എഴുത്തും ചുണ്ടും ചലിപ്പിക്കുന്നയാളാണ് MD. അന്നൊരു നാളിൽ നോട്ട് നിരോധന കാലത്ത് തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് MDയുടെ വാക്കുകൾ BJP കേന്ദ്ര നേതൃത്വത്തെ വട്ടമിട്ട് പറന്നു. MDയുടെ വാക്കുകൾക്ക് സമൂഹത്തിന്റെ നാനാതുറയിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക കലാകേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ അനുകൂല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കമ്മ്യൂണിസ്റ്റ് അനുഭാവ കേന്ദ്രങ്ങളിൽ നിന്നും പ്രതികൂല പോസ്റ്റുകളും ഈ സംഗതി കളറാക്കുന്നുണ്ട്. കണ്ടറിയാം നമുക്ക്. നവകേരള സദസ്സോടുകൂടി മാറ്റുകൂടി എന്ന് പറയുന്ന CPMന്റെ കനക കിരീടത്തിന്റെ മാറ്റ് MDയുടെ വാക്കുകളിൽ ആ മാറ്റ് കുറഞ്ഞു പോയോ എന്ന്. പറഞ്ഞത് മുഖ്യനോടാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്ക് കണ്ടാലും തിരിച്ചറിയാം. എന്നാൽ പാർട്ടി അനുഭാവ കോളങ്ങളിൽ പറയുന്നത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദിയിൽ നിന്നും MD തൊടുത്തുവിട്ട മിസൈലിന്റെ ലക്ഷ്യം കേന്ദ്രമാണെന്നാണ്. എന്തായാലും നമുക്ക് കണ്ടറിയാം വരും ദിവസങ്ങളിൽ. നന്ദി.